വടകര തൂണേരിയിലെ ഭർതൃഗൃഹത്തിൽ കണ്ണൂർ പൊന്ന്യം സ്വദേശി മിനി ജീവനൊടുക്കിയതിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം രംഗത്തെത്തി. സുഹൃത്തുക്കൾക്ക് വേണ്ടി സ്വകാര്യ വ്യക്തിയിൽ നിന്നും മിനി വായ്പ വാങ്ങി നൽകിയിരുന്നു. ഈ പണം തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിലുണ്ടായ ഭീഷണിയാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് മിനിയുടെ അമ്മ ശാരദയുടെ വ്യക്തമാക്കിയിട്ടുള്ളത്. മിനിയുടെ ഫോൺ പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. മെയ് 14-നാണ് തൂണേരി കായപ്പനച്ചിയിലെ സനിലിന്റെ ഭാര്യ മിനിയം ജീവനൊടുക്കുന്നത്. ഒരു മാസക്കാലം മകളെ ആരോ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും എന്നാൽ മരിക്കുന്നതിന് തൊട്ടുമുൻപ് മാത്രമാണ് എന്താണ് കാര്യമെന്ന് തന്നോട് പറഞ്ഞതെന്നും അമ്മ ശാരദ പറഞ്ഞു. നിരന്തരം ഫോണ് വരൂ. രാത്രി കിടന്നു കഴിഞ്ഞാൽ ഫോണില്ല. അപ്പോൾ അവളെ ഭർത്താവ് വരുമല്ലോ. അപ്പോൾ നേരം പോലെന്ന് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോൾ നിരന്തരം ഫോണ് വരുത്താം. ഞാൻ ചോദിക്കുന്നത് എന്താ മോൾ ഇതാരാ ഇങ്ങനെ ഞാൻ വിളിക്കുന്നത്? അത് അങ്ങ് കുടുംബശ്രീക്കാർ മറ്റേത് വേങ്കുന്നു എന്നെല്ലാം പറയും. അങ്ങനെയാ പറയുക. ആടുന്ന് പിന്നെ ഭക്ഷണം കഴിക്കൂല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല. ഞാൻ 1 മാസത്തോളം നിന്നിന്. സംഭവത്തിൽ മിനിയുടെ കുടുംബത്തിന്റെ ആരോപണം ഇങ്ങനെ: 3 വർഷത്തിനിടെ അയൽവാസികളും സുഹൃത്തുക്കളുമായ 3 പേർക്ക് പ്രദേശവാസിയായ സന്തോഷിൽ നിന്ന് 8 ലക്ഷം രൂപ മിനി കടം വാങ്ങി നൽകിയിരുന്നു. ആദ്യം പലിശ നൽകിയിരുന്നെങ്കിലും 3 പേരും പിന്നീട് പണം തിരികെ നൽകാൻ തയ്യാറായില്ല. ഇതോടെ ഇടനിലക്കാരിയായ മിനിയോട് സന്തോഷ് പണം ആവശ്യപ്പെട്ടു. നിവൃത്തിയില്ലാതെ കടം വാങ്ങിയും മറ്റുമായി മിനി പണം നൽകി. ഇതിനിടയിൽ ഇവർ താമസിക്കുന്ന വീടിന്റെ ആധാരം സന്തോഷ് കൈക്കലാക്കി. എന്നിട്ടും പലിശ മാത്രമാണ് തിരിച്ചു ലഭിച്ചത് എന്നാണ് സന്തോഷ് പറഞ്ഞത്. പണം ആവശ്യപ്പെട്ട് നിരന്തരം വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ സഹികെട്ട് ജീവനൊടുക്കിയെന്നും ശാരദ പറയുന്നു. എൻ്റെ മോള് മരിച്ചതിന്റെ കാരണം ഈ ഒരു സന്തോഷന എത്തും പിടിയും കിട്ടായിട്ട. ഓൻ ഭീഷണി എന്തെന്നാ അങ്ങനെ പലതും ഭീഷണിയാന്ന്. എന്നോട് ഇതാ പറഞ്ഞത്, കുറച്ച് പൈസ കൊടുക്കാനുണ്ടമ്മേ. അതാണ് അത് ഇവരുടെ അടുത്തെല്ലാം വന്നിന് പൈസക്ക് വേണ്ടിയിട്ട് 1 മാസം മുമ്പേ. അങ്ങനെ കിട്ടുന്ന ആളുടെ അടുത്തെല്ലാം കിട്ടിയെങ്കിൽ വേഗം ഇത് എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കാലോ ഓന്. മിനിയുടെ ഫോൺ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പോലീസിനും MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും ശാരദ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.